and welcome to Nalanda. So, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലോറൽ തീമിലുള്ള മണ്ഡല. സോ യു മസ്റ്റ് ബി വണ്ടറിങ് ഹൗ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നതെന്നുള്ളത്. I'll just show you right now. So, നമ്മളിപ്പോൾ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ദിസ് ഈ ഒരു പോയിന്റ് ആസ് എ സെൻറ്റർ ഓഫ് നമ്മുടെ പേജിൻ്റെ ഓക്കെ. ആൻഡ് ഐ ആം ഇവിടെ നിന്ന് ഞാൻ ബട്ടർഫ്ലൈയുടെ അപ്പർ ബോഡി നമ്മളിതിന് മുമ്പ് പെൻസിൽ ഡ്രോയിങ് മാറിപ്പോയി, ഐ എം ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ സെക്ഷനിൽ വി ഹാഡ് ഡ്രോൺ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഐ വാസ് കമ്മിങ് ടു സേ ദാറ്റ്, പക്ഷേ നെവർ മൈൻഡ്. എന്താ, ദിസ് ഇസ് ദി അപ്പർ ബോഡി ആൻഡ് ദിസ് ഇസ് ദ ലോവർ ബോഡി നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് ബട്ടർഫ്ലൈയുടെ ബോഡി. ആൻഡ് ഇവിടെ നമ്മൾ I'll just draw the outlines right now. ഒരു circle, and this is another circle. 2, 3, 4, പിന്നെ കുറച്ചും കൂടെ ഗ്യാപ്പ് വിട്ടിട്ട് we have 5, കുറച്ചും കൂടെ ഗ്യാപ്പ് വിട്ടിട്ട് 6. ഇതിൽ കൂടിക്കോട്ടെ കേട്ടോ, കുഴപ്പമില്ല. 7, 8. ഇതിപ്പോൾ ഒരു 8 സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ചില സമയം നമുക്ക് അത്ര ആവശ്യം വരും, ചില സമയം ആവശ്യം വരില്ല. ബട്ട് ദറ്റ്സ് ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ഫോർ എ സേഫർ സൈഡ്. ഇനി ഞാൻ ഇവിടെ ഒരു ഹെഡ് പോർഷൻ കൂടെ വരച്ചു കൊടുക്കും, ഒരു സർക്കിൾ. ഓക്കെ, ആൻഡ് നമ്മൾ ബട്ടർഫ്ലൈയുടെ ഹാഫേ വരുള്ളൂ. അപ്പോൾ ഒരു അതിൻ്റെ കൊമ്പ് വരച്ചാൽ മതിയാവും. ഇനി ഇവിടെ ഒന്ന് നമുക്ക് കുറച്ചും കൂടെ വീതിയാക്കി കൊടുക്കണം. ഒരു പോയിൻ്റ് അല്ലാതെ ആ ഹെഡിൽ നിന്ന് കറക്റ്റായിട്ട് ഇത് വരുന്ന പോലെ ആക്കി കൊടുക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കണ്ണ് ഞാൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വിങ്സ് വരയ്ക്കണം. ഫസ്റ്റ് വിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ ഇങ്ങനെ ഒരു ആർച്ച് വരച്ചു. എന്നിട്ട് ആ ആർച്ചിന് ഒരു കേർവ് കൊടുക്കുക. ഒരു കേർവ് കൊടുത്തതിന് ശേഷം വലിയൊരു സി പോലെ കൊണ്ടുവരിക. ആൻഡ് ദെൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കുക, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതാണ് ഒരെണ്ണം. ഇനി നെക്സ്റ്റ് വൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഈ മിഡ് നിന്ന് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വണ്ണ് കൊണ്ടുവന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന ഭാഗം ഒരു ഇത്തിരി കേർവാക്കി കൊടുക്കണേ. സോ ഇതൊരു ഹാഫ് ബട്ടർഫ്ലൈ ആൻഡ് ഇതിവിടെ ഒരു ഹാഫ് മണ്ഡല എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് വരിക. വിൽ സ്റ്റാർട്ട് വിത്ത് ബട്ടർഫ്ലൈ ഫസ്റ്റ്. ഇനി ഇതിനൊരു ബോർഡർ കൊടുക്കണം, തിന്നായിട്ടുള്ള ബോർഡർ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഏരിയ എത്തുമ്പോൾ തിക്കറായിട്ട് നമുക്ക് കൊടുക്കാം. ഫസ്റ്റത്തെ ഒരു സ്ട്രാൻഡ് വരച്ചു ഞാൻ. ഇനി സെക്കൻഡ് സ്ട്രാൻഡ് നമ്മളിതാ ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ കൊണ്ടുവരിക. ഇത് നല്ല കേർവ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ താഴേക്ക് വരുംതോറും നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരല്ലേ, ചെറിയ ചെറിയ ഉണ്ട്, ഇങ്ങനെ ആക്കി. ഇനി ഇവിടെ ഇതുപോലെ ഇതേ കേർവ് കൊണ്ടുവരിക. ദെൻ അതിനൊരു കേർവ്, ഒരു ലോങ് ഡ്രോപ്ലെറ്റ് ആക്കി കൊടുത്തു.
3 4 4 സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അത്ര വെച്ചിട്ട് വിടുകയാണ്. ഇനി ഇവിടെ ഇത് ഞാൻ പ്ലെയിനാണ് ചെയ്യുന്നത്. ദെൻ അത് നമുക്ക് വരയ്ക്കുമ്പോൾ ഒന്നിച്ച് പെണ്ണുകൊണ്ട് തന്നെ വരയ്ക്കാം, മൾട്ടിപ്പിൾ തവണ വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇനി മണ്ഡല സ്റ്റാർട്ട് ചെയ്യാം. മണ്ഡല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു, അടുത്ത ലെയർ വരച്ചു. എന്നിട്ട് ഞാൻ എന്താ ഈ മലയാളം ആൽഫബറ്റ് റായൊക്കെ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇത് വരച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചെറിയ വീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഞാൻ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടില്ല? ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുണ്ട്. സോ ബിഫോർ ദാറ്റ് നമുക്കതിൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെയും അതേപോലെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ ബിഫോർ ദാറ്റ് ഞാൻ ഈ പാർട്ടില്ലേ, ഈ അവരുടെ ഫെദറിൽ വരുന്ന ഈ പാർട്ട്, അതൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യം ഔട്ട്ലൈൻ ഇട്ടിട്ട് നമ്മളകത്ത് ഫില്ല് ചെയ്യും കേട്ടോ. ഈ എക്സ്ട്രാ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഔട്ട്ലൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് എ ഫാക്ട് ഫോർ യു കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ സാധാ പെൻസിലാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ദിസ് ഈസ് സൂപ്പർ ഡാർക്ക് പെൻസിൽ, ക്യാംലിൻ്റെ. അപ്പോൾ ആ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ഈവൻ ദോ ഐ എം യൂസിങ് ക്യാംലിൻ്റെ തന്നെ പെർമനൻറ്റ് മാർക്കേഴ്സാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം.
ഞാൻ എൻ്റെ സ്കെച്ച് ഒന്ന് മാറ്റുന്നുണ്ട്. ഇല്ല, കളർ ഡിഫറൻസ് മൈൻഡ് ചെയ്യേണ്ട. കാരണം വൺ വിസ് നോർമൽ സ്കെച്ച് പെൻ, ക്ലാസ്മേറ്റിൻ്റെ സ്കെച്ച് പെൻ തന്നെ ദിസ് ഇസ് ഡോംസിൻ്റെ സ്കെച്ച് പെൻ. അപ്പോൾ അതിലൊരു കളർ ഷെയ്ഡ് ഉണ്ടാവും ഡിഫറൻസ്. ആൻഡ് ഡോംസിൻ്റെ സ്കെച്ച് പെൻസ് ഇസ് മോർ ഗുഡ് ഫോർ ആ ഒരു എഫക്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വേറെ ക്ലാസ്മേറ്റിൻ്റെ കുറച്ചും കൂടെ സ്മൂത്താണ്, ജസ്റ്റ് ഫ്ലോസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തിട്ട് ഐ എം ഗോണ ടേക്ക് റെഡ് കളർ എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഷെയ്ഡിങ് പോലെ. ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് കൊടുക്കേണ്ട ടോണാണ്. സോ ഐം ജസ്റ്റ് ഗോയിങ് ടു ബോർഡർ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷൻ ചെയ്യാട്ടോ, എന്നിട്ട് വിൽ ഗോ ഓൺ ടു അതർ പോർഷൻസ്. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കണം. അതായത് ഇങ്ങനെ വട്ടം സർക്കിൾസ് ഇട്ട് കൊടുക്കണം. കുഞ്ഞും വലുതും ചെറുതുമായിട്ടുള്ളത് മാറി മാറി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള നല്ലൊരു സ്കെച്ച്, ഫൈനായിട്ടുള്ള സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഈ ഗ്യാപ്സൊക്കെ ഒന്ന് വളരെ ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളിപ്പുറത്തതിൻ്റെ ഉള്ളിലോട്ട് കയറാതെ ഡീസൻ്റായിട്ട് നമുക്കത് കൊടുക്കണം. അതിനാണ് ഇനി കുറച്ചും കൂടെ വലിപ്പമുള്ള ഇതെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ വരച്ച സർക്കിൾസിൻ്റെ വെളിയിൽ ഒരു നല്ല വലിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള അവിടെയൊക്കെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന അവിടെയൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ.
മുകളിലത്തെ ഫുൾ പാർട്ട് ഇസ് ഓവർ. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം. താഴത്തും സിമിലർ പാറ്റേൺ തന്നെയാണ് കൊടുക്കാൻ പോണത്. ഒരു 4 ഞാൻ കൊടുക്കുള്ളൂ, കാരണം അവിടെ അതിനുള്ള സ്പേസേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫുൾ ബട്ടർഫ്ലൈ പാറ്റേണിൻ്റെ ഈ വിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അതിന് ഞാൻ ബ്രൗൺ കളർ എടുക്കുകയാണ്. ബ്രൗൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാട്ടോ കൊടുക്കുന്നത്. ഇനി ഫേസിന് നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുക്കുക. ഐസിൻ്റെ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി എങ്ങനെയാണോ അപ്പോൾ ബട്ടർഫ്ലൈ ഒരുവിധം കംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പുറത്തുള്ളത് മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിന് കളർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ക്രയോൺസാണ്. കാരണം നമുക്കിപ്പോൾ കുറച്ചൊരു നല്ല ബ്രൈറ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നത് ഇപ്പോൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രയോൺസ്. അപ്പോൾ ഇത്രയും ലെയർ വരച്ച് കഴിഞ്ഞതുകൊണ്ട് ഇത്രയും ലെയറിൽ ഞാൻ ക്രയോൺസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഫസ്റ്റ് ഗോയിങ് ടു ബി യെല്ലോ. ഫസ്റ്റ് ലെയർ ഈ 3 ലെയറിനും കംപ്ലീറ്റ് യെല്ലോ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞു, ഞാൻ ക്രയോൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ഞാൻ വരച്ചിട്ടാണ് പിന്നെ കളർ ചെയ്യുന്നത്. കാരണം ക്രയോൺസ് ഇസ് കൈൻഡ് ഓഫ് വാക്സ്. അപ്പോൾ ആ വാക്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. സോ യു നീഡ് ടു കളർ ആൻഡ് ദെൻ ഡ്രോ. കേട്ടോ, ഈ ഒരു സെറ്റ്, ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കളർ ടോണിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വരയ്ക്കുന്ന പുതിയൊരു ഡിസൈനാണ്. പുതിയ ഡിസൈനൊന്നുമല്ല, നമ്മളെപ്പോഴും ചെയ്യുന്ന സെയിം ഡിസൈൻസ്. ഇങ്ങനെ ലോങ് പാറ്റേൺ ആയിട്ട് അതിൻ്റെ നടുവിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. ഇനി ഇതിന് മുകളിലുള്ളത് ഈവൻ തോ ഈ ഒരു ലെയറാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഒരു ലെയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതല്ലേ സെൻറ്റർ. ഇങ്ങനൊരു നമ്മൾ ലോട്ടസിനൊക്കെ കൊടുക്കുന്ന പോലെ നല്ല 2 ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
സെയിം തന്നെ ഇപ്പുറത്തോട്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഗ്യാപ്പിലും നമ്മൾ ഓരോ ലെയർ വരയ്ക്കുക. ഓക്കെ, 2 ലെയർ ഈ ഫ്ലവറായി. ഇനി ഈ ഫ്ലവറിൻ്റെ ഓരോ ഗ്യാപ്പിലും, അതായത് നമ്മളിപ്പോൾ രണ്ടാമത് വരച്ചതിൻ്റെ ഓരോ ഗ്യാപ്പിലും നമുക്ക് ഓരോ ലീഫ് വരയ്ക്കണം. അതിങ്ങനെ കൊടുക്കുന്നത്. ഒരു കേർവ് ചെയ്തു, അതേപോലെ ഒരു കേർവ് തിരിച്ചു വന്നിട്ട് ഇത്രയും നമുക്ക് വരയ്ക്കാനുള്ളൂ. ഇനി ഇതൊക്കെ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൽ പാറ്റേണിങ് ചെയ്യാനുണ്ട്, കുറച്ച് ചെറിയ ചെറിയ പാറ്റേൺസേ ഉള്ളൂ. ഇനി ഇതിൽ പാറ്റേൺസ് വരുന്നത് ഇങ്ങനെ 3-4 ലൈൻസ് ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളിലും ഇവിടേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. റാൻഡമായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക, റഫായിട്ട്. ഞാൻ ഓറഞ്ച് കളർ എടുക്കുകയാണ്. ഈ ലെയർ മുതൽ, ഈ താഴത്തെ ഈ ലെയർ മുതൽ നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കും. നിങ്ങൾക്ക് ബ്രഷ് പെന്നോ സ്കെച്ച് പെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെൻസിലോ ഏത് വേണമെങ്കിലും വെച്ച് കളർ ഫില്ല് ചെയ്യാം, ഒരു ഇഷ്യൂ ഇല്ല. ഞാനിപ്പോൾ ചുമ്മാ എനിക്ക് കുറച്ച് കളർ ക്രയോൺസ് കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ക്രയോൺസ് വെച്ചപ്പോൾ കളർ ചെയ്യുന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഒരുവിധം ദിസ് പാർട്ട് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്കുള്ളത് ഈ ഏറ്റവും ലാസ്റ്റത്തെയാണ്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ സെൻറ്ററിലൊരു ലൈൻ കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. ഇത്തിരി കേർവായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, ലീഫ് പോലെ. എന്നിട്ട് 1, 2 ഇങ്ങനെ 2 എണ്ണം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ. ഇനി ബിഫോർ വി കളർ ഇറ്റ് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ലൈൻസൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. അത് മായ്ച്ചു കൊടുത്തു. ഇനിയപ്പോൾ നമുക്ക് കളർ ഫില്ല് ചെയ്യും. കളർ ഫില്ല് ചെയ്യാൻ ഞാൻ ഗ്രീൻ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഗ്രീന് പുറത്ത് പോവാതെ, പുറത്ത് പോയതിൻ്റെ ഭംഗി അങ്ങനെ പോകും.
നമ്മളിത് ഇതോടുകൂടി ഈ ഒരു പിക്ചർ ഇസ് ഫുള്ളി കംപ്ലീറ്റ്. നമുക്ക് വേറെ ഒന്നും ഇതിൽ എക്സ്ട്രാ ചെയ്യാനൊന്നുമില്ല. ഓൺലി ദിസ് മച്ച് പാർട്ടുള്ളൂ. So this is a very simple മണ്ഡല, ഒരു നല്ലൊരു നേച്ചർ തീമിലുള്ള ഒരു മണ്ഡല. ദാറ്റ്സ് ഇറ്റ്. കാരണം അതിൽ പാറ്റേൺസ് ആണ് കുറച്ച് മണ്ഡല സ്റ്റൈലിൽ വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. താങ്ക് യു.